വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പം സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പം സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവർ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാക്കിയ യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പം സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഉയർപ്പിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗം കർത്താവിൻ്റെ പീഡാനുഭവത്തിന് മുമ്പ്, കർത്താവിൻ്റെ മരണത്തിന് മുമ്പ് യോഹന്നാൻ പറയുന്ന ഒരു ഭാഗമാണ്. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുകയാണ്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, പിന്നെ അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. കർത്താവ് പ്രത്യക്ഷമായി തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, തൻ്റെ മരണത്തെക്കുറിച്ച്, തൻ്റെ കബറടക്കത്തെക്കുറിച്ച്, തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ സംസാരിക്കുകയാണ്. കർത്താവിനറിയാം കുറേ സമയം കഴിയുമ്പോൾ കർത്താവ് പീഡിപ്പിക്കപ്പെടും, കർത്താവിനെ കൊല്ലും, കർത്താവ് കബറടക്കപ്പെടും. ഈ സന്ദർഭത്തിൽ കർത്താവിനെ അവർ കാണത്തില്ല. പക്ഷെ വീണ്ടും കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, അപ്പോൾ വീണ്ടും അവർ കാണും. നിങ്ങൾ ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നാണ്. തൻ്റെ അപ്പോസ്തലന്മാർക്കുണ്ടാകാൻ പോകുന്ന വലിയ ദുഃഖത്തെക്കുറിച്ച് കർത്താവ് അവരുടെ മുമ്പിൽ പ്രതിപാദിക്കുകയാണ്. എന്നാൽ ആ ദുഃഖം വലിയ സന്തോഷമായി മാറും. കുറേ ദിവസത്തെ കർത്താവിനെ കാണത്തില്ല, കുറേ ദിവസം കർത്താവരുടെ കാണത്തില്ല. പക്ഷേ അത് കഴിയുമ്പോൾ കർത്താവിനെ കാണുമ്പോൾ ലോകത്തിൽ ആർക്കും കിട്ടാത്തൊരു സന്തോഷം അവർക്ക് ലഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങളെന്നെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ വിലപിക്കും, കരയും, ലോകം സന്തോഷിക്കും. പിന്നെ കർത്താവ് മനോഹരമായ ഒരു ഉദാഹരണം പറയുകയാണ്, സ്ത്രീയുടെ പ്രസവ വേദന. ലോകത്തിൽ ഏറ്റവും വേദനയുള്ളത് പ്രസവ വേദനയാണ് നാം പറയുന്നത്. നമുക്കറിയാം, അലറിക്കരയും. പക്ഷേ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവരുടെ വേദന എല്ലാം മറക്കും, എന്നേക്കുമായി മറക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് വേദനയില്ല. ആ കുഞ്ഞാണ് അവളുടെ സന്തോഷം. ഇവിടെ കർത്താവ് പറയുന്നതാണ്, ഞാൻ മരിക്കും, പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് തരുന്ന സന്തോഷം, ആ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് തരുന്ന സമാധാനം, അത് നിങ്ങൾ ആർക്കും എടുത്തു കളയാനായിട്ടൊക്കത്തില്ല. കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം പോലെ കർത്താവിനെ കാണുമ്പോൾ ഓരോ ശിഷ്യനും ഓരോ വിശ്വാസിക്കും ഉണ്ടാകുന്ന സന്തോഷം അത്ര വലുതാണ്. കർത്താവ് പരോക്ഷമായി തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പ്രതിപാദിക്കുകയാണ്. പക്ഷെ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് ഉയർത്തി കഴിഞ്ഞിട്ട് പോലും അവർക്കിത് മനസ്സിലായില്ല. നമുക്കറിയാം, 2, 3, 4 പ്രാവശ്യം കർത്താവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും ഉയർത്ത കർത്താവിനെ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ പോയത്, അതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് എമ്മൗസിലേക്ക് തിരിച്ചു പോയത്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഉയർത്ത കർത്താവിൽ ആയിരിക്കുവാൻ ഈ അപ്പോസ്തലന്മാർക്ക് സാധിച്ചില്ല. കാരണം ഉയർപ്പ് അത്രമാത്രം അസാധ്യമായ ഒരു കാര്യമായി.
കർത്താവ് പറയുന്നു, ഈ ഒരു സന്തോഷമുണ്ടല്ലോ ആർക്കും നിങ്ങൾ എടുത്തു കളയാനൊക്കത്തില്ല. ലോകം തരുന്നൊരു സന്തോഷമല്ല, ലോകം തരുന്ന സമാധാനമല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴൊരു സന്തോഷം, നമ്മുടെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ലൊരു വസ്ത്രം കിട്ടുമ്പോൾ, നല്ലൊരു സമ്മാനം കിട്ടുമ്പോൾ, ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും അല്ലിത്. കർത്താവിൻ്റെ ഉയർപ്പിൽ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ഒരു ശിഷ്യനുണ്ടാകുന്ന സന്തോഷം, കാണാതുപോയതിനെ കണ്ടു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, നഷ്ടപ്പെട്ടതുപോലെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത്ര വലുതാണ് കർത്താവിൻ്റെ ഉയർപ്പിൽ ശിഷ്യന്മാർ അനുഭവിക്കുവാനായിട്ട് പോകുന്ന സന്തോഷം. പ്രിയ സഹോദരങ്ങളെ, നാം ജീവിക്കേണ്ടത് കർത്താവിൻ്റെ ഉയർപ്പിലാണ്. നാം വിശ്വസിക്കുന്ന മരിച്ചൊരു കർത്താവിലല്ല, ജീവിക്കുന്ന ഒരു കർത്താവിലാണ്. നമുക്കറിയാം, സഭയ്ക്ക് അനേകായിരം രക്തസാക്ഷികളെ കിട്ടിയ എന്തുകൊണ്ടാണ്? അനേകായിരം രക്തസാക്ഷികളെ കിട്ടിയതുകൊണ്ട് ഈ ഒരു പ്രത്യാശ കൊണ്ടാണ്. ആളുകൾക്ക് അത്ഭുതം തോന്നി, ആളുകൾ റെഡിയാണ് കർത്താവിന് വേണ്ടി മരിക്കാൻ. കർത്താവിന് ചോദിക്കും, ആരെങ്കിലും ആർക്കുണ്ടെങ്കിൽ മരിക്കുമോ? ഒരുപക്ഷെ ഒരു നീതിമാന് വേണ്ടി ചിലരൊക്കെ മരിച്ചേക്കാം, എന്നാൽ പാപികളായിരിക്കെ മരിച്ചൊരു കർത്താവാണ്, നമുക്ക് വേണ്ടി മരിച്ചൊരു കർത്താവ്. ഇതാണ് ആളുകളെ രക്തസാക്ഷികളാക്കിയത്. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടി രക്തമൊഴുക്കുവാൻ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിന് വേണ്ടി കാരാഗൃഹത്തിൽ കിടക്കുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ചമ്മട്ടിയടി എടുക്കുവാൻ തയ്യാറാക്കിയത് ഈ ഒരു പ്രത്യാശ. ഇതാണ് ഉയർപ്പിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഉയർത്ത കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇതാണ്. നാം ഒരു സാധാരണ ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു സൂചി കുത്തുക, അതിന് ഭയങ്കര വേദന എടുക്കും, നമ്മൾ തയ്യാറാകത്തില്ല. വലിയൊരു ശസ്ത്രക്രിയയാണെങ്കിലോ വയറ് മുഴുവൻ കീറി മുറിച്ച് ഒരു ശസ്ത്രക്രിയ, എന്നാൽ തയ്യാറാകും. എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത്? നമുക്കൊരു പ്രത്യാശയുണ്ട്, ഈ ശസ്ത്രക്രിയ വഴി എനിക്ക് സൗഖ്യം കിട്ടും, അതേ എൻ്റെ മരണം വഴി എനിക്ക് നിത്യജീവൻ കിട്ടും. ഈ പ്രത്യാശയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെയും, ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, നിത്യതയെ സ്വപ്നങ്ങളോട് ജീവിക്കുക. കർത്താവ് വീണ്ടും പറയുകയാണ്, എൻ്റെ പിതാവിനോട്, എൻ്റെ നാമത്തെ എൻ്റെ പിതാവിന് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ചോദിക്കുവേ, നിങ്ങൾക്ക് തരപ്പെടും. ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം എന്തുള്ളത്? നാം കർത്താവിന് വേണ്ടി ജീവിച്ചാൽ, നാം കർത്താവിന് വേണ്ടി മരിച്ചാൽ, അതുകൊണ്ടാണ് ഈ രക്തസാക്ഷികളും വിശുദ്ധന്മാരും ഒക്കെ നമ്മുടെ മധ്യസ്ഥരായി മാറുന്നത്. അവർ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിന് വേണ്ടി മരിച്ച് അവർ കർത്താവിൽ ജീവിക്കുന്നവരാകുമ്പോൾ അവർ കർത്താവിനോട് എന്ത് ചോദിച്ചാലും കർത്താവ് അവർക്ക് കൊടുക്കും. എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബാധകമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ കർത്താവ് തരും. വിശ്വാസത്തോടെ ചോദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, സംശയിച്ച് ചോദിക്കരുത്. കർത്താവിനുള്ള എൻ്റെ കർത്താവ് എന്തും തരാൻ കഴിവുള്ളവനാണ്, എൻ്റെ കർത്താവ് എനിക്ക് എന്തുമാകാൻ കഴിവുള്ളവനാണ്. ആ കർത്താവിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഉയർപ്പാണ് നമ്മുടെ അടിസ്ഥാനം. ഉയർപ്പിനെ വിട്ട് മാറില്ല. ഉയർത്ത കർത്താവിൽ ജീവിക്കുവാനും, ഉയർത്ത കർത്താവിൽ മരിക്കുവാനും, ഉയർത്ത കർത്താവിനോടൊത്ത് നിത്യമായി ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ. നമുക്കും കർത്താവിൻ്റെ സന്നിധാനം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥരായി തീരാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.